നമസ്കാരം. ഓട്ടോറിക്ഷയ്ക്ക് സ്റ്റേറ്റ് പെർമിറ്റ് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ പല നമ്മളുടെ അടുത്ത് കാണുന്ന പല ഓട്ടോറിക്ഷകൾ അവരുടെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 20 കിലോമീറ്റർ പറഞ്ഞിട്ട് ആ പരിധിക്ക് അപ്പുറം ഇവരവിടെ എവിടെ ചെന്ന് കിടക്കണുണ്ട് ഞാൻ തല്ലുകൂടും. ഈ ഓട്ടോറിക്ഷക്കാർ തമ്മിൽ തരും. ഇവിടെ എന്താ അവിടെ കിടക്കണമെന്ന് ചോദിച്ചിട്ട് അവർക്കാണിപ്പോൾ സ്റ്റേറ്റ് പെർമിറ്റ് കൊടുക്കാൻ പോണത്. അപ്പം എന്താണ്ടാവാൻ പോണേന്ന് നമുക്ക് ആലോചിച്ചറിയാൻ പറ്റുമല്ലോ. അടിപിടി. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. സ്റ്റേറ്റ് പെർമിറ്റ് ആയിക്കോട്ടെ, നാഷണൽ പെർമിറ്റ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ചെയ്യണം. അതിന് ഗവൺമെൻറ് ധൈര്യമുണ്ടോ ചോദിച്ചാൽ അവർ ധീരതയോടുകൂടി മറുപടി പറയും, ഞങ്ങൾക്ക് അതിനോട് ധൈര്യമില്ല എന്ന്. അവർക്ക് ചെയ്യാൻ ധൈര്യമില്ല. എന്താണ് സംഭവം? എന്താ സംഭവം? എന്താ സംഭവം? മീറ്റർ വയ്ക്കുക, അതിന് ധൈര്യമുണ്ടോ? അതിനുള്ള നട്ടെല്ലുണ്ടോ? കാരണം ഓട്ടോറിക്ഷ കണ്ടവാനുണ്ട്. ഒരു ടൂറിസ്റ്റ് ബസ്, സംസ്ഥാനാന്തര പെർമിറ്റുള്ള ഒരു ടൂറിസ്റ്റ് ബസ്, അതെല്ലാവർക്കും ഉണ്ടാവില്ല. അതിന് നല്ലൊരു ടൂറിസ്റ്റ് ബസ്സൊക്കെയും വാങ്ങി റോഡിൽ ഓടിക്കുന്ന ആ പരുവത്തിലാക്കണമെങ്കിൽ 70 ലക്ഷം 80 ലക്ഷമൊക്കെയും വരും. ഓട്ടോറിക്ഷ അങ്ങനെയല്ല, ചർക്കപ്പുറക്കെ എല്ലായിടത്തും ഉണ്ട്. അവരൊക്കെയും വോട്ടവകാശമുള്ളവരാ, അവരുടെ വീട്ടുകാർ വോട്ടവകാശമുള്ളവരാ. അപ്പം അത് 1, 2 നല്ല സ്ട്രെങ്ത്താണ്. ആയതുകൊണ്ട് തന്നെ ഒരു ഓട്ടോറിക്ഷക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സർക്കാരിനോടൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സർക്കാർ അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മീറ്ററിൻ്റെ കാര്യം സംസാരിക്കരുത്. കേരളത്തിൽ എത്ര ഓട്ടോറിക്ഷയ്ക്ക് മീറ്ററുണ്ട്? ഓട്ടോറിക്ഷയ്ക്ക് മീറ്റർ വേണ്ട എന്നുള്ളത് അപ്രഖ്യാപിത നിയമമല്ലേ വാസ്തവത്തിൽ? അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആരാ? ഈ കേൾക്കുന്ന നിങ്ങൾ ദുരിതം അനുഭവിച്ചിട്ടില്ലേ? നിങ്ങൾ ഓട്ടോറിക്ഷക്കാരെ തെറിവിളി കേട്ടിട്ടില്ലേ? നിങ്ങൾ പലരും ഓട്ടോറിക്ഷക്കാരെ തല്ലുകൊണ്ടിട്ടില്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ സ്റ്റേറ്റ് പെർമിറ്റ് കൊടുക്കാൻ പോവുകയാണ്. എന്താ തോന്നിയേ? കേട്ടപ്പോൾ എന്ത് തോന്നി? നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്കൊരു യാത്ര. തൃശ്ശൂരിലെത്തുമ്പോൾ നടുപടിയും, അത് വേറെ കാര്യം. തൃശ്ശൂരിലേക്കൊരു യാത്ര. ടാക്സി കാറൊക്കെ വിളിക്കുമ്പോൾ ചിലവ് കൂടുതലല്ലേ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചു. അങ്ങനെ തൃശ്ശൂരിലെത്തി. അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് ഒരു യാത്ര, എന്തോ ആകട്ടെ. അതിന് ദുബായിൽ നിന്ന് വരുന്ന ആള് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തൃശ്ശൂർ അദ്ദേഹത്തിന് വീണ്ടും മുമ്പിലെത്തി. ഓട്ടോറിക്ഷയാണ്ട് ചോദിച്ചു, എന്താ ചാർജ്? 3000 രൂപ. ഇങ്ങനെയുണ്ട്. 3000 രൂപ നിന്നാ ഭാഗ്യം. ദുബായ്ക്കാരനല്ലേ, ദുബായ്ക്കാരൻ അവർക്ക് നോട്ടൊന്നുമില്ല. ഇതാണ് സ്ഥിതി. കാറ് വിളിച്ചു പോയി എത്ര പൈസ ആവില്ലല്ലോ. ഏതായാലും ഞെട്ടേണ്ട ആവശ്യമില്ല കുട്ടിമാമ ഞെട്ടണ്ട. ഇതായിരിക്കും വരാൻ പോണ സ്ഥിതി. അപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ റൗണ്ടിലുള്ള രാഗം തിയേറ്റർ, ആ തിയേറ്ററിൽ നിന്ന് വടക്കേ ബസ് സ്റ്റാൻഡ് വരെ ചോദിച്ചു എത്രയാണെന്ന് അറിയാമോ? 200 രൂപയാണ് ചോദിച്ചത്. അതിൻ്റെ പേര് വഴക്കായി, തെറി കേട്ടു. ഒടുവിൽ ആ തെറി കേട്ട് അടി കിട്ടിയില്ലെന്ന് മാത്രം 50 രൂപ കുറച്ചു, 150 രൂപ. ഇതാണ് സ്ഥിതി, ഇതാണ് അവസ്ഥ. കേരളത്തിൽ ഏതെങ്കിലും ഓട്ടോയിൽ ഈ മീറ്റർ വയ്ക്കുന്ന അത്ഭുത സംഭവം അത് നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നുണ്ടോ? ഏതെങ്കിലും പുതിയ അധികാരി ചാർജ് എടുക്കുമ്പോൾ, DSP ചാർജ് എടുക്കുമ്പോൾ അങ്ങനെ പുരപ്പുറം തൂക്കെന്ന് പറയില്ലേ, പുത്തനച്ചി എന്ന് പറഞ്ഞ പോലെ എല്ലാ ഓട്ടോറിക്ഷയും മീറ്റർ വയ്ക്കണം. മീറ്റർ വയ്ക്കാത്ത ഓട്ടോറിക്ഷ നിരത്തിൽ ഇറക്കാൻ പാടില്ല. പിടിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ വേണമെന്നൊക്കെയും പറയും. പുല്ല് വരെയുണ്ടാവും ആ കൽപ്പനയ്ക്ക്. അവരപ്പം തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവിടെ കീലൊക്കെയും കൊടുത്ത് അതെല്ലാം കൊടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കറങ്ങുന്നൊരു മീറ്റർ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവയ്ക്കും. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞാൽ ഈ അധികാരി അതൊക്കെ മറക്കും, ഇവരത് മറന്ന പോലെ മറക്കും, അവരെന്നെ തല്ലി തകർക്കും സാധനം.
പിന്നെ അത് അവിടെ ഒരു എന്തായാലും പറയാൻ നോക്കൂത്തി പോലെ അവിടെ അങ്ങനെ ഇരിക്കും. അതാണ് സംഭവിക്കുക. അധികാരികൾ പിന്നെ അധികാരികളോട് അപ്പോഴേക്കും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. മേലെ നിന്ന് വിളി വന്നിട്ടായിരിക്കും ആ കാര്യം വിടറോ എന്ന് പറഞ്ഞാൽ വിളി വന്നിട്ടായിരിക്കും, അവിടെ കഴിഞ്ഞു. ഇത് അവർക്കിതിൽ ഏറ്റവും വലിയൊരു കാര്യം പിന്നെ മീറ്റർ വെച്ചാലും കാര്യമൊന്നുമില്ല. ആ മീറ്റർ തുകയുടെ പകുതി, അതിൻ്റെ ഇത്ര പെർസെൻറ്റ്, അതിന് പകുതി കിഴിച്ച് ഇരട്ടി കൂട്ടി അതോടൊപ്പം 50 രൂപ ചേർത്ത് 25 രൂപ കിഴിച്ച് എന്നൊക്കെ പറഞ്ഞ് ഒരു രാമാനുജന് പോലും അത് കണക്ക്, ഒരു പ്രൊഫസർ, ഒരു കണക്ക് പ്രൊഫസർക്ക് പോലും അവരുടെ കണക്ക് അറിയില്ല. അവരുടെ ഒരു കണക്കാണത്. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ഇത്ര രൂപ, അതിനും അപ്പുറം പോകാൻ മീറ്റർ ചാർജിൻ്റെ മേലെ 50% അത് ആഡ് ചെയ്യണം. പിന്നീട് വെയിറ്റിംഗ് ചാർജ്, ശേഷം പിന്നെയും പോകണമെങ്കിൽ മൊത്തം മീറ്റർ ചാർജിൽ ഇത്ര ശതമാനം കൂട്ടി അതിൽ നിന്ന് ഇത്ര ശതമാനം കഴിച്ച് കിലോമീറ്റർ കണക്കിൽ 10 രൂപ വെച്ച് കുറച്ച് ഇങ്ങനെ പോകും. നമ്മളവിടെ പിരിവെട്ടി താഴ്ത്ത് വീണ്ടാച്ചിട്ട് പണ്ടാറടങ്ങട്ടോ ഞാൻ പൈസ എടുത്ത് കൊടുക്കുകയും ചെയ്യും. ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 8 മണി കഴിഞ്ഞാൽ അയാൾ വണ്ടി നിർത്തിയിട്ട് പറയും, ഇനി ഓടണമെങ്കിൽ ഇനി ഓടുന്ന മീറ്റർ ചാർജിൻ്റെ 50%-ൽ 20% കുറച്ച് 75% കൂട്ടി, അപ്പോൾ അടുത്ത കണക്ക് വരും. അവിടെ ഓട്ടോ ചാർജിൻ്റെ ആൾജിബ്ര, അതിൻ്റെ റേഷ്യോ, അതിൻ്റെ പെർസെൻറ്റേജ് കണക്കൊക്കെയും എപ്പോഴാണ് മാറണേന്ന് അറിയില്ല. രാത്രി ഓട്ടത്തിന് വേറെ സൈസ്, പകലോട്ടത്തിന് അവർ പറയുന്ന തുക, ഇങ്ങനെ ആളുകളെ ശരിക്കും ഊശാമ്പികളാക്കി മാറ്റുക. ഒരു ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഊശാമ്പികളാക്കി മാറ്റുക. ഇപ്പുറത്ത് പറഞ്ഞ റേറ്റ് വലുതായി എന്നറിയുമ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അയ്യന്തൂർ കളക്ടറേറ്റ് വരെ പോകാൻ എത്രയാ? 200 രൂപ. 200? ആ വേറെ ഓട്ടോ, ഇയാൾ വേറെ ഓട്ടോ വിളിക്കാൻ പോകുമ്പോൾ ഇവിടെ എൻ്റെ തലയുടെ മുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതിനകത്തൊരു കോഡ് ലാംഗ്വേജ് ഉണ്ട്. ഇവിടെ 200 രൂപ പറഞ്ഞില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എത്രയാ? അവർ നിസ്സംഗരാണ്, ഓടി വരുന്നില്ല. വലിയ വലിയ ആൾക്കാരല്ലേ, ഓട്ടോ പോകാൻ പറ്റുമോ? എവിടേക്കാ? അയ്യന്തോള് എവിടേക്കാ? കളക്ഷൻ്റെ അവിടേക്ക്. ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ, പുറത്തിറക്കിയാൽ മതി. എത്രയോ? 250 കഴിഞ്ഞില്ലേ? അപ്പോൾ പറയാം അയാൾ 200 അല്ല, എന്നായാലും പോക്കോ, അതിൽ പോക്കോ. ഇതാണ് അതായത് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുള്ളൂ. മാന്യന്മാരെ അവർ അവഹേളിക്കും. ആൾക്കാരെന്ത് ചെയ്യും? ഇനി അതിനപ്പുറം കേൾക്കണ്ട കാണാഞ്ഞിട്ടുള്ള പൈസ എടുത്ത് കൊടുക്കുകയും ചെയ്യും. ഇനി റേറ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ താൻ പോയിട്ട് വരെ കാറ് വാങ്ങിക്കണോ? അയാൾക്ക് ഇറങ്ങിയിരിക്കുകയാണ് മനുഷ്യന്മാരെ ദ്രോഹിക്കാൻ. എടോ, പോടോ, ഡാ, പോടി എന്നുള്ള വിളികൾ വേറെ. ആ വിളികൾ മാത്രമല്ല, അതിൻ്റെ കൂടെ പച്ചത്തറി ഉണ്ടാവും, അവർ സ്ഥിരം പച്ചത്തറി. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഒരു സ്ത്രീ, അവർ 2 പെൺകുട്ടികളാണ്. അവർ വന്നിറങ്ങി ഇവരെ വലിയ തുക പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എന്തായി പറയുന്നത്? ഞങ്ങൾ ഇത്ര ദൂരല്ലേ സഞ്ചരിച്ചുള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ ഇത്ര തുകയാണോ പറയുക? ഇങ്ങനെ വൃത്തികേടല്ലേ കാണിക്കുന്നത് ചോദിച്ച ഉടനെ തന്നെ അയാൾ തട്ടിക്കയറി. പിന്നെ അധിക്ഷേപമാണ്. ആ സ്ത്രീയോട് പറഞ്ഞത് എന്താ അറിയാമോ? നിന്നെപ്പോലെ ഒരു ഭാര്യയും നിന്നെപ്പോലെ 2 ഈ പെൺമക്കളൊന്നും എനിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഓട്ടോറിക്ഷ വെച്ച് ജീവിക്കില്ല എന്ന്. അതിൻ്റെ അർത്ഥം നീയൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാമെന്ന്. ആ സ്ത്രീ സ്ഥലത്തെ ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയായിരുന്നു. അവർ പറഞ്ഞു, മാന്യമായിട്ട് പറഞ്ഞു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്ത് പറയും. പോയിട്ട് ഫോൺ ചെയ്ത് പറയടി. അവർ ഫോൺ ചെയ്തു. ആ ആൾ ഇവിടെ വന്നു. അയാളൊരു 6 അടി 3 ഇഞ്ച് ഉയരമുള്ളൊരു മനുഷ്യനായിരുന്നു. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ റിട്ടയർഡായി. ആൾ അതേപോലെ തൂക്കിയെടുത്ത് ഉള്ളിലിട്ടു. ഓട്ടോറിക്ഷക്കാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം ഇങ്ങനെ എല്ലാവർക്കും എനിക്കോ നിങ്ങൾക്കോ ചെയ്യാൻ പറ്റുമോ ഇത്തരം കാര്യങ്ങൾ? സെൻറ് തോമസ് കോളേജിൻ്റെ മുമ്പിൽ വെച്ച്, ഇത് ഞാനീ പറയുന്നത് എനിക്ക് തോന്നുന്നത് 10, 30, 35 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അവിടെ ഒരു പയ്യൻ എന്തോ ഓട്ടോറിക്ഷക്കാരൻ്റെ പറഞ്ഞു, താൻ തെണ്ടിത്തരം പറയരുത് പറഞ്ഞു. എന്തോ പൈസയുടെ ചാർജിൻ്റെ കാര്യത്തിൽ ഉടനെ തന്നെ ആ പയ്യൻ്റെ കൊങ്ങയൊക്കെ പിടിച്ച് പറഞ്ഞു, മാപ്പ് പറയടാ. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ മുന്നിൽ വന്നു, ഒരു ഓട്ടോറിക്ഷ മുന്നിൽ വന്നു, ഒരു ഓട്ടോറിക്ഷ വലത് വശത്തു, ഒരു ഓട്ടോറിക്ഷ ഇടത് വശത്ത് വന്നു. മാപ്പ് പറഞ്ഞൊരു പിടിപ്പിച്ചാൽ മതി. അപ്പോൾ അവൻ്റെ കോളറും പിടിച്ചിരിക്കുക. കുറച്ച് കഴിഞ്ഞ സമയത്ത് മാപ്പും പറയേണ്ട ആവശ്യം വന്നില്ല, കോളറുമെന്ന് പിടിയും വിട്ടു. ഓട്ടോറിക്ഷക്കാർ അവിടുന്ന് പോയാൽ മതി എന്നായി. സെൻറ് തോമസ് കോളേജിലെ പിള്ളേർ മുഴുവൻ ഇളകി. അവിടെ കൂടി ഓട്ടോറിക്ഷക്കാർക്ക് മുഴുവൻ തല്ലു കൊടുത്തവർ. പിന്നെ അവിടെ എന്ത് സംഭവിച്ചത് എനിക്കറിയില്ല. ഓട്ടോറിക്ഷക്കാർ പോലീസും സമരമൊക്കെ ഉണ്ടായി അവിടെ.
അടി കിട്ടിയിട്ടുണ്ടാവും. ഏതായാലും സാധാരണക്കാരെന്ത് ചെയ്യും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്? ചോദിച്ചത് കൊടുക്കുക, വേറെ മാർഗവുമില്ല. അതേ പറ്റൂ, അത്രേ പറ്റൂ. മാന്യന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇവരോട് കയർക്കാൻ പറ്റില്ല. ഈ കോട്ടപ്പുറം എന്നൊരു സ്ഥലമുണ്ട്, തൃശ്ശൂർ കോട്ടപ്പുറം, തൃശ്ശൂർ കൊടുങ്ങല്ലൂരല്ല കേട്ടോ, തൃശ്ശൂര് റൗണ്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് തിരിയുന്ന സമയത്ത് അവിടെ കാണുന്നൊരു റോഡാണ് മലപ്പുറം, മറ്റേത് ഈ കോട്ടപ്പുറം റോഡ്. അത് നേരെ പോയി കഴിഞ്ഞാൽ അത് പൂങ്കുന്നത്തെത്തും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു സ്ഥാപനമുണ്ട് അവിടെ. ആ ഒരു ഏരിയയിൽ മനുഷ്യവാസമില്ല. ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു കള്ളം വന്ന് നിൽക്കും. ശരീരത്തിൽ മുഴുവൻ അയാളുടെ മലം തന്നെ വാരി പൂശിയിരിക്കുകയാണ്. കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നും. അതികാലത്ത് ജോലിക്കും കഴിഞ്ഞ് പല സ്ഥലത്തുള്ള സെക്കൻഡ് ഷിഫ്റ്റൊക്കെയും കഴിഞ്ഞ് വരുന്ന ആൾക്കാർ അവർ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നടന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ വഴിക്ക് വെച്ച് കയറി പിടിക്കും. അവർ ബാഗ് കയറി പിടിക്കും. തിരിച്ചു പിടിക്കാൻ പറ്റുമോ? കാരണം അവൻ്റെ ശരീരം മുഴുവൻ മലമാണ്. അത് പോലീസുകാരെ പിന്നെ ഒരുവിധം മറ്റു പല ആൾക്കാരെയും കൊണ്ടുവന്ന് അവനെ പിടിക്കുകയൊക്കെ ഉണ്ടായത്. ഇതുപോലെ ഇവരായിട്ട് സ്വയം അവർ അവരോധിച്ചിരിക്കുക. അതായത് കളി വേണ്ട, ഞങ്ങളതും വലിയ മാന്യന്മാരാന്ന് കരുതണ്ടെന്ന് സ്വയം. അപ്പം അവരാരെങ്കിലും വർത്താനം പറഞ്ഞ ഉടനെ തന്നെ ഇവരുടെ ആ നാറ്റക്കേസ് പുറത്തിടും. പോടാ മൈ, അമ്മയ്ക്ക് വിളി, അപ്പന് വിളി, നാണാവിലടോ, അവരുടെ അത് ഭയങ്കര ഈ ഒരു രീതിയിൽ ഇവരുടെ ഇങ്ങനെ മത്സരിക്കാൻ പറ്റുക. പണം കൊള്ളയിടിക്കുക തന്നെ. പെരുമാറുക. ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം ഞാനായിട്ട് എടുക്കാം. എല്ലാ ഓട്ടോറിക്ഷക്കാരും അങ്ങനെയല്ല കേട്ടോ. മതിയായോ? ഇനി വേണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് എല്ലാ ഓട്ടോറിക്ഷക്കാരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര നൽകുന്ന പോലെ നിങ്ങളായിട്ട് കയറ്റിക്കും. എനിക്ക് പറ്റില്ല. യാമ്രവന്യായെന്ന് പറയും. അതായത് 100 ഏക്കർ സ്ഥലത്തിൽ ഒരു തെങ്ങും തൈ നിൽക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ആമ്രവരാണ്. ആമ്രം എന്ന് പറഞ്ഞാൽ മറ്റേ മാമ്പഴം, അല്ലെ മാങ്ങയുടെ തോട്ടം, മാങ്ങയുടെ തോട്ടം. അതിന് നമ്മൾ മാങ്ങയുടെ തോട്ടവും തെങ്ങിൻ്റെ തോട്ടവും നമ്മൾ പറയാറുണ്ടോ? ഇല്ലല്ലോ. അത് നമ്മൾ കണക്കിലെടുക്കാറില്ല. അതിൻ്റെ ഒറ്റപ്പെട്ട സംഭവത്തെ മാനദണ്ഡമാക്കാൻ പാടില്ല. ആയതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു എല്ലാ ഓട്ടോറിക്ഷക്കാരെന്ന് പറയുന്നു. കൂടുതൽ നിങ്ങൾ ചേർത്തോ? എല്ലാവരും അങ്ങനെയല്ല, അത് നിങ്ങൾ ചേർത്തു. ഏതായാലും തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ഇപ്പം ഏതായാലും സ്റ്റേറ്റ് പെർമിറ്റ് കിട്ടിയിരിക്കുകയാണല്ലോ. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓട്ടോയിൽ പോകാൻ നിശ്ചയിച്ചു. ബിനിയുടെ ഇവിടുന്ന് രാഗം തിയേറ്ററിൻ്റെ അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചുരുക്കി പറയുകയാണ് കേട്ടോ. ചുരുക്കി പറയുമ്പോൾ 50 രൂപ. 50 രൂപയ്ക്ക് ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർ ഓടില്ല, അത് വേറെ കാര്യം. എങ്കിലും ഞാനൊന്ന് ചുരുക്കി പറയുകയാണ്. 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ രാഗം തിയേറ്ററിൻ്റെ അവിടെ നിന്ന് ബിനി തിയേറ്ററിൻ്റെ അവിടേക്ക്. അവിടേക്ക് 50 രൂപ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 300 കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരത്തേക്ക് എത്ര വാങ്ങിക്കും ഇവര്? 15,000 രൂപ വെയിറ്റിംഗ് ചാർജ്, അത് ഇതെല്ലാം പറഞ്ഞിട്ടൊരു 20,000 രൂപയും വാങ്ങിക്കും. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന പൈസ കൊണ്ട് നമുക്ക് മദ്രാസിൽ നിന്ന് ദുബായിലെത്താം, ഫ്ലൈറ്റിൽ ദുബായിലെത്താം. ഇവർ വാങ്ങിക്കും. ഇതാണ് സ്ഥിതി. 1 കിലോമീറ്ററിന് ഓട്ടോ സ്റ്റാർട്ട് ചെയ്താൽ മതി. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. വരിയായിട്ട് ഓട്ടോ നിൽക്കുകയാണ്. മുമ്പിലത്തെ ഓട്ടോ ആണ് ആദ്യം പോകേണ്ടത്. അങ്ങനെ ചില നിയമങ്ങൾ ഇവരുണ്ടാക്കിയ നിയമങ്ങളാണ്. മുമ്പിലത്തെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു, ആ വരിയിൽ നിന്ന് കൊണ്ട് നീക്കി. ആ സമയത്ത് ഒരു സ്ത്രീയുടെ ഭർത്താവോ അതോ മകനോ മറ്റോ സ്കൂട്ടറിൽ വന്നു. അമ്മ ഇതിൽ കയറിക്കോളൂ എന്നും പറഞ്ഞു. ആ സ്ത്രീ അതിൽ കയറാമെങ്കിൽ വേറെ തടഞ്ഞു. പറ്റില്ല, എൻ്റെ പൈസ തന്നിട്ട് വേണം പോകാൻ, മിനിമം ചാർജ്. മോൻ പറഞ്ഞാൽ തരാൻ പറ്റില്ല. അമ്മ പറഞ്ഞാൽ അതേ മിണ്ടാണ്ടിക്ക്. ആ അമ്മ പൈസ എടുത്ത് കൊടുത്തു. ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളാണത്. സ്റ്റേറ്റ് പെർമിറ്റൊക്കെ വലിയ വാർത്തയാണ്, സന്തോഷകരമായ വാർത്തയാണ് പലർക്കും. ഒന്ന് ചോദിച്ചോട്ടെ, എന്താണ് ഇവരുടെ അടിസ്ഥാന ചാർജ്? എന്താണ്? ഫ്ലൈറ്റിനൊരു ചാർജുണ്ട്. എല്ലാ ഫ്ലൈറ്റിനും ഒരു ചാർജ് അല്ല കേട്ടോ. ആ പല ഫ്ലൈറ്റിനും ഫ്ലൈറ്റ് ചാർജ് വരാം. പക്ഷേ നമ്മൾ ഈ ഫ്ലൈറ്റ് ചാർജ് ടിക്കറ്റ് എടുക്കുമ്പോൾ അറിയാൻ പറ്റും. ചില സീസണിൽ ചാർജ് കൂടിയിരിക്കും. ടിക്കറ്റ് നമ്മൾ എടുക്കണ്ടെന്ന് വെക്കണം, വലിയ വേറെ ഒരെണ്ണത്തിൽ എടുക്കണം. എല്ലാ ഫ്ലൈറ്റിനും ഒരേ ചാർജ് അല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്,
ടിക്കറ്റ് എടുക്കുമ്പോൾ ചാർജ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇവിടുത്തെ സ്ഥിതി അതല്ല. അതിന് പകരം നമ്മൾ ചെന്നൈ നെടുമ്പാശ്ശേരി ദുബായിക്ക് നമ്മൾ വണ്ടി കയറുന്നു, ഫ്ലൈറ്റ് കയറുന്നു, സുഖമായിട്ട് അതിനകത്ത് കയറി അവർ തരുന്ന ആഹാരമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അവിടെ ചെല്ലുമ്പോൾ പറയാണ്, അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് പറയാണ് എത്ര ചാർജ്? 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ. ഒരു ഉപ്മാവ് കഴിച്ചില്ലേ, അതിന് 2000 രൂപയാണ്. എന്തു ചെയ്യും? ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇത്തരം കാര്യങ്ങൾ മുൻകൂറായിട്ടൊരു തീരുമാനമെത്താത്ത? ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റിലുണ്ടോ, ട്രെയിനിലുണ്ടോ, ബസ്സിലുണ്ടോ? ഇവർക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നമുള്ളത്. ചെന്ന് ഇറങ്ങി കഴിയുന്ന സമയത്ത് ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ ചെന്നിറങ്ങുന്നവൻ്റെ തലവിധിക്ക് അനുസരിച്ചായിരിക്കും. സമയദോഷം ഉണ്ടെങ്കിൽ അവന് ചിലപ്പോൾ അടിയും കിട്ടുമോടെ. ഇങ്ങനെ ഒരു തലതിരിഞ്ഞ സംവിധാനം ലോകത്തിൽ വേറെ എവിടെയെങ്കിലും വാസ്തവത്തിലുണ്ടോ? ദുബായ് ടാക്സി ഉണ്ട്. ആ ദുബായ് ടാക്സിയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അയാൾ ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, എവിടേക്കാണ് പോകേണ്ടതെന്ന്. ബെൻഫീറോ എന്തോ മറ്റാണെങ്കിൽ ചോദിക്കുക. അപ്പം നമ്മൾ പറയും ഇങ്ങനെ ബുർജ് ഖലീഫയുടെ അടുത്തേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ പാം ജുമൈറ. ഓക്കെ, അങ്ങനെ പിന്നെ ഒന്നും അങ്ങനെ ഒരു മൂളിപ്പാട്ടും പാട്ടി അങ്ങനെ വണ്ടി എടുത്ത് പോകും. അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് അഭിമുഖമായിരിക്കുന്ന മീറ്റർ ഉണ്ട്. അതിലിങ്ങനെ കൃത്യമായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ടാവും, ഇത്ര പൈസ, ഇത്ര രൂപ, ഇത്ര ദിറം എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടാവും. അവിടെ തന്നെ കാർഡ് ഇടാനുള്ള സംവിധാനം ഉണ്ടാവും. ആ കാർഡ് ഇടുക, ഇറങ്ങിപ്പോകുക. ഒരു ശുക്രിയ പോലും ചിലപ്പോൾ പറയാം, അത് കഴിഞ്ഞാൽ അദ്ദേഹം അതിന് വണ്ടി എടുത്ത് പോകും. ഒരു വഴക്കുമില്ല, ഒരു വയ്യാവേലിയില്ല. മീറ്റർ ഉണ്ട്, മീറ്ററിൽ ചാർജ് ഉണ്ട്. ആ ചാർജിൽ ഇത്ര ശതമാനം കൂട്ടി, ഇത്ര ശതമാനം കുറച്ച്, ഇത്ര ശതമാനം കൂട്ടി, ഇത്ര ശതമാനം കുറച്ച്, ഒന്നുമില്ല. സുഖമയം. അണ്ട് അവിടെ ഓട്ടോറിക്ഷ അവിടെ ടാക്സി കയറാൻ ഭയപ്പെടേണ്ടതില്ല. ഒരു അടിയും തന്നെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ആയതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് പെർമിറ്റ്, സ്റ്റേറ്റ് പെർമിറ്റ്, നാഷണൽ പെർമിറ്റ് ഇതൊക്കെയും ഓക്കെ. ആദ്യം ഓട്ടോറിക്ഷയിൽ മീറ്റർ ഘടിപ്പിക്കാൻ നോക്കുക, അത് നിർബന്ധമാക്കുക. എനിക്കറിയാം അത് നടക്കാൻ പോണ കാര്യമല്ലെന്ന്. നമുക്കൊരു വായുണ്ടല്ലോ വളുവള വർത്താനം പറയാൻ. അതിൻ്റെ പേരിൽ പറയുന്നു, ഗവൺമെൻറ്റിനോട് പറയുന്നു ഓട്ടോറിക്ഷയിൽ മീറ്റർ നിർബന്ധമാക്കുക. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആർക്കാണ് അത് ഇഷ്ടമില്ലാത്ത കാര്യം? പക്ഷേ ജനങ്ങൾ സംഘടിതരല്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ഇനിയും മീറ്റർ ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ തെറിവിളി ഇങ്ങോട്ടും അങ്ങോട്ടല്ല. കയറുന്ന ആളുകൾ അവർക്കാണ് തെറിവിളി കിട്ടുക. തിരിച്ച് തെറിവിളി വയ്ക്കാൻ പറ്റില്ലല്ലോ. തിരിച്ച് തെറി വിളിച്ച് അടുത്ത ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടേക്കാണ് കൊണ്ട് വിടുക. പിന്നെ അവിടെ നിന്ന് അവരുടെ ഭാഷ നല്ല ബൂസ്റ്റ് കിട്ടും. അത് ആരാ നോക്കില്ല. അപ്പം അതാണ് സ്ഥിതി അവിടെ. ഇനി അത് ഈ മീറ്റർ വെച്ചാലും ഒരാഴ്ച കഴിയുമ്പോൾ അതുമ്പോൾ തന്നെ അവർ ചുറ്റിയെടുത്തൊരു ഒട്ട് പൊട്ടും. അവിടെ ആ മീറ്ററിൻ്റെ പണി കഴിയും. അപ്പം മീറ്റർ നോക്കൂത്തിയായിട്ട് അവിടെ ഇരിക്കും. അപ്പം അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ആര് നോക്കാൻ വോട്ട് പോവേ. ഏതായാലും തൃശ്ശൂരിൽ നിന്ന് അയ്യന്തോൾ കാർത്തിയാനി ക്ഷേത്രം വരെ ഓട്ടോറിക്ഷയ്ക്ക് വാങ്ങിച്ച ചാർജിൻ്റെ 50 രൂപ കുറവായിരുന്നു ടാക്സിക്ക് വാങ്ങിച്ചത്. കാറ് 4 വീലർ കാറിൽ പോയപ്പോൾ വാങ്ങിച്ചത്. അപ്പം ഏതാ ലാഭം? ഏതാ സുരക്ഷ? ഏതായാലും ഓട്ടോറിക്ഷയ്ക്ക് സ്റ്റേറ്റ് പെർമിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇനി എന്തെല്ലാം പുകലൊക്കെ ഉണ്ടാവും ഉടയെന്ന് ഉടയ തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. മാത്രമേ അത്രയും പറയാനുള്ളൂ. നമസ്കാരം.